നമ്മൾ എല്ലാ ദിവസവും സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായോ അല്ലാതെയോ പാരായണം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ റിയാദ പൂർത്തിയാക്കി വീട്ടിയാൽ എല്ലാ ദിവസവും ഓതുന്നത് കൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളുണ്ട്. പലരും സൂറത്തുൽ ഫാത്തിഹയുടെ റിയാദ പൂർത്തിയാക്കി വീട്ടിയിട്ടുണ്ട്. എത്രത്തോളം ഫാത്തിഹയെ കുറിച്ച് നാം മനസ്സിലാക്കുന്നോ പഠിക്കുന്നോ അതിനനുസരിച്ച് അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം എല്ലാ ദിവസവും നമ്മൾ ഫാത്തിഹ നിസ്കാരത്തിൽ ഓതുന്നുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങളിൽ ഓതുന്നുണ്ട്, എന്തെങ്കിലും ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഓതുന്നുണ്ട്. ഫാത്തിഹ കാണാതെ അറിയാത്ത ഒരാളും ഉണ്ടാകില്ല. അപ്പൊ ഫാത്തിഹയെ കുറിച്ച് കൂടുതൽ പഠിക്കുന്തോറും നമുക്ക് അതിന്റെ വിശാലമായ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുവഴി ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഫാത്തിഹ 6 നബിമാർ, ഫാത്തിഹ യഥാർത്ഥത്തില് ഹംദ് കൊണ്ടാണല്ലോ തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങിയിട്ട് ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ് അല്ല എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന പദം ഫാത്തിഹയുടെ ആരംഭത്തിലുള്ളതാണ്. അപ്പോ 6 നബിമാർ, 6 അമ്പിയാക്കൾ നബിമാർ ഹംദ് മുറുകെ പിടിച്ചു. ആ ഹംദ് 6 നബിമാരിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചപ്പോൾ അവർ അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയുകയുണ്ടായി. അതുവഴിയാണ് ഹംദിന്റെ ഒരു വഴി നമ്മിലേക്ക് എത്തുന്നത്. അതുവഴിയാണ് സ്വർഗത്തിൽ 7 ഹംദുകളുണ്ട്. 7 വിഭാഗം ആളുകൾ സ്വർഗത്തിലെ ഹംദ് പറയും എന്നുള്ളതാണ്. ആ 7 വിഭാഗം ആളുകളാണെന്ന് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ 6 നബിമാർ ഹംദ് പറഞ്ഞ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ സന്ദർഭം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഈ ഉമ്മത്തിന് മാത്രം ലഭിച്ച 20 സവിശേഷതകളുണ്ട്. അത് മുൻകഴിഞ്ഞ ഒരു സമുദായത്തിനും ലഭിച്ചിട്ടില്ല. ആ 20 സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാം. ഫാത്തിഹ 7 ആയത്തുകളാകുന്നു. ഈ 7 ആയത്തുകൾ 7 വിഭാഗം ആളുകൾ അത് മുറുകെ പിടിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും കൃത്യമായി അത് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത് ഓർമ്മപ്പെടുത്തേണ്ടത്. നമ്മുടെ ഈ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ അതിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക, എന്നാണ് ലീവ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യും. ഇൻഷാ അല്ലാഹ് ഡിസ്ക്രിപ്ഷനിൽ ID ഉണ്ട്. വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഫാത്തിഹ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓതുന്നതാണ്. ഫാത്തിഹ കൃത്യമായിട്ട് ഓതാൻ പഠിക്കണം. മറ്റുള്ള സൂറത്തുകളെ പോലെയല്ല. മറ്റുള്ള സൂറത്തുകൾ നമുക്ക് ഓതൽ നിർബന്ധമാകുന്ന ഘട്ടം വരുന്ന സന്ദർഭമില്ല. എന്നാൽ ഫാത്തിഹ എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമായും ഓതേണ്ടുന്ന കാര്യമായതുകൊണ്ട് ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ കാണാം, അതിന്റെ അക്ഷരങ്ങൾ വളരെ കൃത്യതയോടെ ശ്രദ്ധയോടെ നല്ല രൂപത്തിൽ മഖ്റജ് അനുസരിച്ച് തജ്വീദ് അനുസരിച്ച് ഓതണം. അങ്ങനെ ഓതിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഫാത്തിഹ ശരിയാകൂല. ഫാത്തിഹ ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ ഇപ്പോൾ പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. അത്തരം സോഷ്യൽ മീഡിയ സംവിധാനങ്ങളൊക്കെ യൂട്യൂബൊക്കെ ഉപയോഗപ്പെടുത്തി ഫാത്തിഹ നന്നായിട്ട് ഓതാൻ, അക്ഷരശുദ്ധിയോടുകൂടെ ഓതാൻ പലരും തെറ്റുകളോടുകൂടെയാണ് ഓതുന്നത്. അത് കൃത്യമായി ഓതാൻ പഠിക്കണമെന്ന് സാന്ദർഭികമായി തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബിയെ താങ്കൾക്ക് നാം ആവർത്തിച്ചോതുന്ന 7 മഹത്തായ ഖുർആൻ തന്നിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ അവതരണത്തെ പറ്റി മഹാന്മാരൊക്കെ നമ്മെ പറയുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ ജീവിതത്തിലേക്ക് നാം എപ്പോഴും കൊണ്ടുവരുന്ന സൂറത്തായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കും. 6 നബിമാരിൽ നിന്നാണ് ഹംദിന്റെ അനന്തരാവകാശം നമുക്ക് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. 6 നബിമാരിലൂടെ. ഒന്ന് മഹാനരായ നമ്മുടെ ഉപ്പയായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നാണ് ആദ്യമായിട്ട് ഹംദ് മഹാനവറുകള് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തുമ്മിയപ്പോ അൽഹംദുലില്ലാ എന്ന് ചൊല്ലി, ഹംദ് ചൊല്ലി. അങ്ങനെ അല്ലാഹുവിൽ നിന്ന് തനിക്ക് കാരുണ്യം ലഭിച്ചു. അൽഹംദുലില്ലാ, അല്ലാഹുവിനാണ് സ്തുതി. ഒരു തുമ്മലിലൂടെ എത്രത്തോളം ശാസ്ത്രീയമായിട്ട് അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ആരോഗ്യകരമായിട്ട്. ഒരു
തുമ്മുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞ് നമ്മൾ തുമ്മിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം തന്നെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തുമ്മിയപ്പോ അൽഹംദുലില്ലാ എന്ന ഹംദ് ചൊല്ലി. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് റഹ്മത്ത് ലഭിച്ചു. അപ്പോഴാണ് മലക്കുകൾ യർഹമുക്കല്ലാ എന്ന് ദുആ ചെയ്തത്. അങ്ങനെയാണ് ആദം നബി അലൈഹി സ്വലാത്തിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാമിൽ നിന്ന് നമുക്ക് ഹംദ് ലഭിക്കുന്നത്. രണ്ടാമത് മഹാനരായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത് അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞ് ഹംദ് ചൊല്ലിയിട്ടാണ് ദുആ ചെയ്തത്. അവൻ നമ്മെ അക്രമികളായ ജനതയിൽ നിന്ന് രക്ഷിച്ചു എന്ന് ഹംദ് ചൊല്ലിയിട്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷിച്ചു. ഓ നൂഹ്, നീ സുരക്ഷിതനായി കപ്പലിൽ നിന്ന് ഇറങ്ങിക്കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അവിടെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹംദ് ചൊല്ലിയിട്ടാണ് അള്ളാഹുവിനോട് ആ വിഷയം പറയുന്നത്. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, യർഹമുക്കല്ലാ എന്ന് മലക്കുകൾ പറഞ്ഞു. അള്ളാഹുവിൽ നിന്ന് വലിയ അനുഗ്രഹം ലഭിച്ചു. മഹാനരായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് ഹംദ് ചൊല്ലിയിട്ടാണ് ദുആ ചെയ്തത്. അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഫത്ഹ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി. മൂന്നാമത്തത് മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഈ വാർദ്ധക്യ കാലത്ത് എനിക്കവൻ ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും ഔദാര്യമായി തന്നു. മക്കളെ നൽകിയപ്പോ മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? 6 നബിമാരിലൂടെയാണ് നമുക്ക് അൽഹംദുലില്ലാ എന്നുള്ളത് അനന്തരാവകാശമായി ലഭിച്ചത് എന്നുള്ളതാണ്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അൽഹംദുലില്ലാ പറയണം. അൽഹംദുലില്ലാ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്ത് നന്മകൾ ലഭിച്ചാലും എന്ത് സന്തോഷം ലഭിച്ചാലും ഹംദ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അല്ലാഹു വലിയ ഗുണങ്ങൾ നൽകും. അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാർദ്ധക്യ സഹജമായ അവസരത്തിൽ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അല്ലാഹു ഔദാര്യമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി. ഹംദ് നന്നായിട്ട് വർദ്ധിപ്പിക്കുക. മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട്. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് 10-20 വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ദമ്പതികളുണ്ട്. IVF ഉൾപ്പെടെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്തവരുണ്ട്. എന്നിട്ടും മക്കളില്ലാതെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ച് നടക്കുന്ന എത്രയോ വൃദ്ധരായ ദമ്പതികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ആധുനിക മെഡിക്കൽ സയൻസ് ഇനി മക്കളുണ്ടാകില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത എത്രയോ ദമ്പതികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അത്ഭുതകരമാകുന്ന രൂപത്തിൽ മക്കളെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടെ നിൽക്കുക. ധാരാളം ഹംദ് വർദ്ധിപ്പിക്കുക. ഹംദ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാണിന്റെ സ്പർശം കൂടാതെ മക്കളെ നൽകിയവരാണ്. ഇനി ഒരിക്കലും മക്കൾ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത എത്രയോ ദമ്പതികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അത്ഭുതകരമാകുന്ന രൂപത്തിൽ മക്കളെ നൽകിയിട്ടുണ്ട്. വാർദ്ധക്യ സഹജമായ അവസരത്തിലാണ് മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും ഔദാര്യമായിട്ട് നൽകിയത്. ആ സമയത്തും മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹംദ് പറഞ്ഞു, അൽഹംദുലില്ലാ പറഞ്ഞു. നമ്മൾ 3 അവസരങ്ങൾ പറഞ്ഞു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് പറഞ്ഞു, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് പറഞ്ഞു. 4-മത്തത് മഹാനരായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. 5-മത്തത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അവർ രണ്ടുപേരും അല്ലാഹുവിന്റെ സ്തുതി എന്ന് പറഞ്ഞു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരെയും ഇതര ലോകരെക്കാളും ശ്രേഷ്ഠരാക്കിയതിന് വലിയ പവിത്രത ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അല്ലാഹു നൽകി ആദരിച്ചതിന് മഹാനരായ ദാവൂദ് നബി അലൈഹി സ്വലാമും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹംദ് പറഞ്ഞിരിക്കുന്നു, അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട്. ഈ സ്തുതി മൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 2 പ്രവാചകന്മാർക്കും നബിമാർക്കും അല്ലാഹു വലിയ ഇൽമും വലിയ ഹിക്മത്തും ധാരാളമായിട്ട് നൽകി. എന്തെല്ലാം കഴിവുകൾ ഉണ്ടായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും. മൃഗങ്ങളുടെ പക്ഷികളുടെയൊക്കെ ഭാഷകൾ മനസ്സിലാക്കാനും അവരോട് ഇടപെടാനും ഒക്കെ കഴിയുന്ന വലിയ വലിയ അധികാരങ്ങൾ ഉണ്ടായിരുന്ന മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു വലിയ ഹിക്മത്തും ഇൽമും
നൽകി ആദരിക്കാൻ ഹംദ് ചൊല്ലിയിട്ടാണ് ആ വിഷയം പറഞ്ഞത്. അപ്പൊ 5 നബിമാരെ കുറിച്ച് നമ്മൾ പറഞ്ഞുവല്ലേ. 6ാമത്തേത് ആരായിരിക്കും? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മുടെ നേതാവ്, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നു. അവിടത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, അങ്ങ് അല്ലാഹുവിന് സ്തുതി പറയുക. അവൻ സന്താനോൽപാദനം നടത്തിയിട്ടില്ല. അല്ലാഹുവിന് സ്തുതി പറയുക. ഈ സ്തുതി കാരണമായിട്ട് സ്തുത്യർഹമായ പരമോന്നതമായ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകി. റബ്ബ് സ്തുത്യർഹമായ പദവിയിലേക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉയർത്തി. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഹംദ് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്, അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഒരാൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കുകയാണ്, എന്നാൽ കാര്യമായിട്ട് ബിസ്മിയും ഹംദും സ്വലാത്തും ചൊല്ലിയിട്ടാണ് തുടങ്ങുന്നത്. അവിടെ ഹംദ് കൊണ്ടാണ് തുടങ്ങുന്നത്. ഹംദ് കൊണ്ടും ബിസ്മി കൊണ്ടും തുടങ്ങണമെന്നാണ് ഹദീസിലുള്ളത്. ഹംദിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ഹംദ് അടങ്ങിയിട്ടുള്ള സൂറത്താണ് പ്രിയമുള്ളവരെ സൂറത്തുൽ ഫാത്തിഹ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇപ്പൊ പറഞ്ഞത് എന്താണ് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. മഹാന്മാർ, അമ്പിയാക്കൾ, 6 അമ്പിയാക്കളിലൂടെയാണ് നമുക്ക് ഹംദിന്റെ അനന്തരാവകാശം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കൊണ്ടുവരുമ്പോൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ കുട്ടികളും അതേപോലെ അൽഹംദുലില്ലാ എന്ന് പറയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ ഏതോ പുതിയ ട്രെൻഡിനനുസരിച്ച് എന്തോ പാട്ടോ റാപ്പ് സോങ് ഒക്കെ ഇറങ്ങിയതിന്റെ പേരിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ട് അൽഹംദുലില്ലാ ഖൈർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് നടക്കുന്ന രൂപമല്ല. നമ്മൾ മനസ്സറിഞ്ഞ് നമുക്ക് വായു നൽകുന്ന, നമുക്ക് സംസാരിക്കാൻ കഴിവ് നൽകുന്ന, ഞാൻ ഈ പറഞ്ഞത് കേൾക്കാൻ നിങ്ങൾക്ക് കേൾവി ശക്തി നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനസ്സറിഞ്ഞ് പരിഹാസ്യ രൂപത്തോടെയല്ലാതെ അല്ലാഹ് എന്ന ഇഖ്ലാസോടുകൂടെ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയാൻ നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിൽ 7 സ്തുതികളുണ്ട് എന്നുള്ളതാണ്. 7 സ്തുതികൾ സ്വർഗ്ഗത്തിലുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, നരകക്കാരിൽ നിന്ന് വേർതിരിക്കപ്പെട്ടാൽ സ്വർഗ്ഗക്കാർ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ അക്രമികളിൽ നിന്നും രക്ഷിച്ച അല്ലാഹുവിനാണ് സ്തുതി. അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ നരകക്കാരെ തൊട്ട് നരകാവകാശികളെ തൊട്ട് അല്ലാഹു സ്വർഗാവകാശികളെ വേർതിരിക്കുന്ന സമയത്ത് അല്ലാഹു ഞങ്ങളെ രക്ഷിച്ചല്ലോ, അല്ലാഹു ഞങ്ങൾക്ക് വലിയ ബറക്കത്ത് നൽകിയല്ലോ, അനുഗ്രഹം നൽകിയല്ലോ എന്ന രൂപത്തിൽ അവിടെ അല്ലാഹുവിനെ സ്വർഗത്തിന്റെ അവകാശികൾ സ്തുതിക്കുന്നു. നമുക്കൊക്കെ അങ്ങനെ സ്തുതിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ആ സമയത്തൊരു സ്തുതിയുണ്ട്. 2, വിചാരണ കഴിഞ്ഞ് രക്ഷപ്പെട്ടാൽ സ്തുതിക്കുന്നു. ലോകരക്ഷിതാവിന് സ്തുതി എന്ന് നമ്മൾ പറയും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഹിസാബ് എടുക്കുമ്പോ എന്താണ് നമ്മുടെ അവസ്ഥ എന്നറിയൂല, അല്ലെ? വലം കയ്യിൽ കിതാബ് നൽകപ്പെട്ടവർ രക്ഷപ്പെടും. നമ്മുടെ നന്മയും തിന്മയും ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒന്നും ഒഴിവാവാതെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ രേഖപ്പെടുത്തി വെക്കുന്ന സമയത്ത് അവിടെ നന്മയാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ, അങ്ങനെ വിചാരണ കഴിയുമ്പോ നമ്മൾ സ്വർഗാവകാശികളിലാണെന്ന് മനസ്സിലാകുമ്പോ നമ്മൾ മനസ്സറിഞ്ഞ അല്ലാഹുവിനെ സ്തുതിക്കും എന്നുള്ളതാണ്. അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർക്കിടയിൽ ഹഖ് കൊണ്ട് വിധിച്ചു, ലോകരക്ഷിതാവിന് സ്തുതി എന്നവർ പറഞ്ഞു. അല്ലാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തട്ടെ. 3ാമത്തേത് സിറാത്തുൽ മുസ്തഖീം കടന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന് സ്തുതി. അല്ലാഹു ഞങ്ങളുടെ മുഖം, ഞങ്ങളുടെ ദുഃഖം അകറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി സ്തുതിക്കും എന്നുള്ളതാണ്. അപ്പൊ സിറാത്തുൽ മുസ്തഖീം എന്ന പാലം അത് വളരെ പെട്ടെന്ന്, അത് ഓരോരുത്തരുടെ ഇബാദത്തും അമലും അനുസരിച്ച് സ്പീഡിലൂടെ കടന്നു പോകുന്നവരുണ്ട്, വളരെ പെട്ടെന്ന് കടന്നു പോകുന്നവരുണ്ട്. ആ രൂപത്തിലേക്കൊക്കെ അല്ലാഹു നമ്മെ എത്തിച്ചേരട്ടെ. നമ്മൾ ഈ കേൾക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് സ്തുതിക്കും എന്നുള്ളതാണ്. ഇപ്പൊ 3 സ്തുതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന്, നരകക്കാരിൽ നിന്ന് സ്വർഗക്കാരെ വേർതിരിക്കുമ്പോ. 2ാമത്തത് വിചാരണ കഴിയുമ്പോ, ഹിസാബങ്ങ് കഴിയുമ്പോ നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കും. 3ാമത്തത് വലിയ ഭീകരമായ അവസ്ഥയാണ്. നരകത്തിന്റെ മീതെ ഒരു പാലമുണ്ട്. അത് സിറാത്തുൽ മുസ്തഖീം എന്നാണ് അതിന്റെ പേര്. അത് വിട്ടുകിടന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ മനസ്സറിഞ്ഞ അല്ലാഹുവിനെ സ്തുതിക്കും. 4ാമത്തെ സന്ദർഭം ഏതെന്നറിയോ? സ്വർഗം നമ്മുടെ ദൃഷ്ടിയിൽ പെടുമ്പോ നമ്മൾ പറയും അല്ലാഹുവിന് സ്തുതി എന്ന് മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയുമെന്നാണ്. അവൻ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വഴി കാണിച്ചു തന്നു. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് എത്താൻ സാധിക്കുമായിരുന്നില്ല
എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞ് സ്തുതിക്കും എന്നുള്ളതാണ്. അഞ്ചാമത്തെ സ്തുതി, അത് സ്വർഗത്തിൽ പ്രവേശിച്ച് സ്വർഗത്തിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ, കടന്നാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കും എന്നുള്ളതാണ്. എങ്ങനെ തന്നെ ആയാലും സ്വർഗത്തിൽ അങ്ങ് എത്തിക്കിട്ടിയാലേ രക്ഷയുള്ളൂ അല്ലേ? എപ്പോഴാണ് എന്താണ് സംഭവിക്കാന്ന് പറയാൻ പറ്റൂല. അപ്പോ അല്ലാഹു നമ്മോട് ചെയ്ത, ഞങ്ങളോട് ചെയ്ത വാഗ്ദത്തം അവൻ നിറവേറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയും എന്നുള്ളതാണ്. ആറാമത്തെ സ്തുതി, അവർ സ്വർഗത്തിൽ താമസമാക്കിയാൽ പറയും അല്ലാഹുവിന്റെ സ്തുതി, ഞങ്ങൾക്ക് ഈ ശാശ്വത സ്വർഗം അനുവദിച്ചു തന്നതിന് അല്ലാഹുവിന്റെ സ്തുതി എന്നുള്ളതാണ്. ഈ ലോകത്തുള്ള ജീവിതം എന്ന് പറയുന്നത് അത് നശ്വരമാണ്. എപ്പോഴാണ് ഞാൻ മരണപ്പെടുക, എപ്പോഴാണ് നിങ്ങൾ മരണപ്പെടുക, എപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്നൊരിക്കലും പറയാൻ സാധിക്കുകയില്ല. നാളെ ഞാനും നിങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നറിയൂല അല്ലേ? എപ്പോഴും മരണപ്പെട്ടേക്കാം. പക്ഷേ സ്വർഗത്തിലേക്ക് അങ്ങെത്തലോടുകൂടെ ശാശ്വതമായ ജീവിതമാണ് അവിടെയുള്ളത്. എന്തൊരു മനോഹരമായ ജീവിതമാണല്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, സ്വഹാബാക്കളുണ്ട്, ബദരീങ്ങളുണ്ട്, അല്ലാഹുവിലേക്ക് അടുത്ത് ജീവിച്ച ഒരുപാട് മഹത്തുക്കളൊക്കെയുണ്ട്. അവരുടെയൊക്കെ ഒരു സുഹബത്തും അവരുടെയൊക്കെ സഹവാസമൊക്കെ നമുക്ക് ഉണ്ടാവുമ്പോൾ, നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ, ഇത്രയും കാലം നമ്മൾ ഇബാദത്ത് ചെയ്തതിന്റെ ഒരു ഫലം അവിടെ കാണുമ്പോൾ, നമുക്ക് ദുഃഖങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, മനസ്സറിഞ്ഞ് ജീവിക്കാൻ സന്തോഷകരമായ ജീവിതം കാലാകാലം, ആ കാലാകാലം എന്നുള്ളതിന് എത്ര കാലമാണെന്ന് പറയാൻ പറ്റാത്ത അത്രയും കാലം ജീവിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുമ്പോൾ, എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ ദുനിയാവിൽ ഇങ്ങനെ തെറ്റുകളിൽ അകപ്പെട്ട് ജീവിക്കാൻ സാധിക്കുക? അല്ലാഹു ആ സ്വർഗാവകാശികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം നമുക്ക് ലഭിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം എത്രയാണ്! നമ്മൾ ഈ ദുനിയാവിൽ എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചാലും, എത്ര രോഗങ്ങൾ വന്നാലും, ഇതൊക്കെ നമ്മൾ ക്ഷമിക്കുന്നത് നാളെ നമുക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയല്ലേ? എത്ര വലിയ പ്രതിസന്ധികളാണ് നമ്മുടെ തലക്ക് മീതെ താങ്ങാനാകാൻ പറ്റാത്ത രൂപത്തിൽ, ലക്ഷങ്ങൾ കടബാധ്യത, വലിയ വലിയ രോഗങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഒരു സന്തോഷവും സമാധാനവും ഇല്ലാതെ ഉറക്കം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വേദന കടിച്ചമർത്ത് ജീവിക്കുന്ന നമ്മളൊക്കെ ക്ഷമിച്ച് നിൽക്കുന്നത് ആ സ്വർഗത്തിലെത്താൻ വേണ്ടിയല്ലേ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏഴാമത്തെ സന്ദർഭം, വിരുന്ന് സൽക്കാരത്തിന് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സ്തുതി, അവരുടെ അവസാന ദുആ ലോകരക്ഷിതാവിന് സ്തുതിയോദലാകുന്നു. ആ രൂപത്തിൽ അല്ലാഹുവിനെ സ്തുതിക്കും എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് ആ സ്വർഗത്തിലേക്ക് എത്താൻ നമ്മൾ ഈ കേൾക്കുന്നതും പറയുന്നതൊക്കെ ഒരു കാരണമാക്കി അല്ലാഹു കബൂലാക്കട്ടെ. റബ്ബുൽ ആലമീൻ എന്ന പദങ്ങൾ ഉപയോഗിച്ച് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നിവരെല്ലാം ദുആ ചെയ്ത പ്രാർത്ഥനകൾ, ദുആകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പൊ നോക്കൂ, അൽഹംദു എന്ന് പറഞ്ഞ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ സ്തുതിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ സ്തുതി നമ്മിലേക്ക് ലഭിച്ചത് 6 അമ്പിയാക്കളിലൂടെ, അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത് അതിന്റെ അനന്തരാവകാശമായി നമ്മിലേക്ക് അത് ലഭിച്ചു. 7 സന്ദർഭങ്ങളിൽ നമ്മൾ ഹംദ് പറയും എന്ന് പറഞ്ഞിട്ട് ആ 7 സന്ദർഭങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഇനി നമ്മൾ പറയുന്നത്, പ്രധാനപ്പെട്ട പ്രവാചകന്മാർ അവർ ദുആ ചെയ്തപ്പോൾ അവരുടെ ദുആഇന്റെ പദത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പ്രവാചകന്മാരാരൊക്കെയാണ്? മഹാനരായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവരുടെയൊക്കെ ദുആ വിശുദ്ധ ഖുർആനിലുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. അവരൊക്കെ ആ പ്രയോഗങ്ങൾ പ്രയോഗിച്ചാണ് ദുആ ചെയ്തിരുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ നമ്മളും ഫാത്തിഹയുമായി ബന്ധപ്പെട്ട നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളും ഫാത്തിഹ ഇതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയോഗിച്ചത് എങ്ങനെയാണെന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്, എല്ലാം ഫാത്തിഹയിലുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഒരു പ്രയോഗം പ്രയോഗിച്ചത്, റഹ്മാനായ റബ്ബാകുന്നു, ഞങ്ങൾ അവനിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാണ് ഈ പ്രയോഗം പ്രയോഗിച്ചത്. റഹീം എന്ന പദം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന പദം അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയോഗിച്ചിട്ടുണ്ട്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചത് വിശുദ്ധ ഖുർആനിൽ കാണാം. വലദ്ദാലിൻ എന്ന് പറയുന്നത് അതേപോലെയുള്ള സൂറത്തുൽ ഫാത്തിഹയിലെ ഒരുപാട് പദങ്ങൾ ഉപയോഗിച്ച് പ്രത്യേകമായിട്ട് ദുആ ചെയ്തിരുന്ന അമ്പിയാക്കൾ ഉണ്ടായിരുന്നു.
ആ ഫാത്തിഹയുടെ മഹത്വങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സമുദായത്തിന് മാത്രം നൽകിയ 20 കാര്യങ്ങളുണ്ട്. ഈ 20 കാര്യങ്ങൾ ഈ സമുദായത്തിന്റെ പ്രത്യേകതയാണ്. അതിലൊന്നാണ് തയമ്മും എന്നുള്ളത്. തയമ്മും മുൻകാലത്തെ സമുദായങ്ങൾക്കുണ്ടായിട്ടില്ലായിരുന്നു. എന്തു വലിയ നേട്ടമാണ്. അതുകൊണ്ട് നമുക്ക് വെള്ളമില്ലാത്ത സന്ദർഭം വരുന്നു, അല്ലെങ്കിൽ തയമ്മും അനുവദിക്കപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട്. ഞാൻ ഈ സന്ദർഭത്തിൽ അത് വിശദീകരിക്കേണ്ട സമയമല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകമായ വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് എഴുതി അറിയിച്ചാൽ, ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്താം. തയമ്മും നമുക്ക് മാത്രം ലഭിച്ചതാണ്. നമുക്ക് എത്ര ഇളവാണ് തയമ്മുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത്, അല്ലെ? തയമ്മും നമുക്ക് ലഭിച്ചതാണ്. ഭൂമിയുടെ പരിശുദ്ധി നിസ്കരിക്കാൻ പ്രത്യേകമായി അംഗീകരിച്ചു കൊടുത്തു. വാങ്കും ഇഖാമത്തും ഈ സമുദായത്തിന് മാത്രമുള്ളതാണ്. മൂന്നാമത്തത് 4 ജമാഅത്ത് നിസ്കാരം, അത് നമ്മുടെ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. ജുമുഅ നിസ്കാരം അത് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. മഹത്തായ ചില അമൂല്യ മുഹൂർത്തങ്ങൾ അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമുക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ സമുദായത്തിന് ലൈലത്തുൽ ഖദ്ർ ഉൾപ്പെടെയുള്ള വിശിഷ്ടമായ മുഹൂർത്തങ്ങൾ അത് നമുക്ക് മാത്രമുള്ളതാണ്. ലളിതമായ തൗബ, അതിനെക്കുറിച്ചൊക്കെ ധാരാളം വിശദീകരിക്കാനുണ്ട്. നമ്മൾ ലളിതമായ തൗബ എന്ന് പറയുമ്പോൾ മുൻകാലക്കാരുടെയൊക്കെ തൗബയെക്കുറിച്ച് വിശദീകരിക്കാനുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 8ാമത്തത് ലളിതമായ ശരീഅത്ത്. ഒരുപാട് അതിനെക്കുറിച്ച് വിശദീകരിക്കാനുണ്ട്. നമുക്ക് നമ്മുടെ നിയമം വളരെ ലളിതമാണ്, എല്ലാത്തിലും ഒരു എളുപ്പമാണ് നമുക്ക്. എന്നാൽ മുൻകാലക്കാർക്കൊന്നും അങ്ങനെയില്ല. അവർക്ക് നജസായി കഴിഞ്ഞാൽ നജസായിട്ടുള്ള ഭാഗം തന്നെ മുറിച്ചു കളയേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കത് കഴുകിക്കളഞ്ഞാൽ മതി. ഇത് നമ്മൾ വിചാരിക്കും നമുക്കിത് വലിയ പ്രയാസമാണ്, ഒരു മൂത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കാൻ എന്ത് പ്രയാസമുണ്ട് എന്ന്. മുൻകാലക്കാർക്കുള്ള നജസ് ശുദ്ധീകരണവും അതുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളൊക്കെ എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് പഠിക്കുമ്പോഴാണ് നമ്മുടേത് ലളിതമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സമയമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. അതേപോലെ തന്നെ പാപം പുറത്ത് തൽസ്ഥാനത്ത് പുണ്യം പ്രതിഷ്ഠിക്കൽ എന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും അമല് ചെയ്യുമ്പോൾ, എന്തെങ്കിലും വിഷയങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മാപ്പ് നൽകിയിട്ട് അതിന്റെ സ്ഥാനത്ത് അല്ലാഹു പുണ്യം നൽകപ്പെടും എന്നുള്ളതാണ്. പാപങ്ങൾ മറച്ചുവെക്കൽ അത് നമുക്ക് മാത്രമുള്ളതാണ്. നന്മകൾക്ക് ഇരട്ടി കൂലി അത് നമുക്കുള്ളതാണ്. മനസ്സിലെ ദുർവിചാരങ്ങൾക്ക് ശിക്ഷയില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ പ്രതിഫലം നൽകും. നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ മതി, എന്നാൽ തന്നെ പ്രതിഫലം നൽകും. എന്നാൽ നമ്മൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നമുക്കതിന്റെ ശിക്ഷ അല്ലാഹു നൽകില്ല. ശരിക്കും അവിടെ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, നന്മ ചെയ്തില്ല, ഉദ്ദേശിച്ചാൽ തന്നെ ഉദ്ദേശിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു നൽകും. അങ്ങനത്തെ അല്ലാഹു തിന്മ ചെയ്താൽ ഉദ്ദേശിച്ചാൽ തിന്മയുടെ ശിക്ഷയും നൽകണമായിരുന്നു. പക്ഷെ അല്ലാഹു അങ്ങനെയല്ല. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ശിക്ഷയില്ല, അത് ചെയ്താൽ മാത്രമേ നമുക്ക് ശിക്ഷ ലഭിക്കുള്ളൂ. അത് അല്ലാഹുവിന്റെ വലിയൊരു ഔദാര്യമാണ്. അപ്പോ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നന്മയുടെ പ്രതിഫലം ലഭിക്കുമെങ്കിൽ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തിന്മയുടെ ശിക്ഷയും നമുക്ക് ലഭിക്കണം. അങ്ങനെയാണത്, ആ രൂപത്തിലാണത്. അതിന്റെ ഒരു പ്രോട്ടോകോൾ അങ്ങനെയായിരുന്നു വേണ്ടത്. പക്ഷേ അള്ളാഹു നമ്മോട് അങ്ങേയറ്റം ദയാലുവാണ്, കരുണാനിധിയാണ്. നമ്മുടെ ചാപ്പല്യ മനസ്സുകളിൽ അങ്ങനെ കടന്നു വരുന്നതിന് അള്ളാഹു ശിക്ഷിക്കുന്നില്ല. ചെയ്താൽ മാത്രമേ ശിക്ഷയുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മനസ്സിൽ ദുർവിചാരങ്ങൾക്ക് ശിക്ഷയില്ല, അബദ്ധത്തിനും മറവിക്കും നമുക്ക് ശിക്ഷയില്ല. നിർബന്ധിതാവസ്ഥയിൽ നമ്മെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷയില്ല. ചെറുദോഷങ്ങൾക്ക്, എല്ലാ ചെറിയ ദോഷങ്ങളും എന്തെല്ലാം അമലുകൾ ചെയ്യൽ കൊണ്ട് നമുക്ക് അള്ളാഹു പുറത്തു തരുന്നു. അള്ളാഹു നമുക്ക് മാപ്പ് നൽകുന്നു. ശിക്ഷ പരലോകത്തേക്ക് അള്ളാഹു നീട്ടിവെക്കുന്നു. നമ്മളൊക്കെ ചെയ്യുന്ന ഈ ശിക്ഷകൾക്ക്, തെറ്റുകൾക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു ശിക്ഷ നൽകുകയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്താണ് അതിന്റെ അവസ്ഥ? നമ്മൾ ഇന്നൊരു ഹറാമ് കാണുന്നു. ഈ ഹറാമ് കാണുന്നതിന് ഇന്ന് നമുക്ക് ശിക്ഷ ഇട്ടണമെങ്കിൽ എന്താ അവസ്ഥ? നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ നിസ്കരിക്കാത്തതിന് നമ്മൾക്ക് അള്ളാഹു ഇന്ന് തന്നെ അങ്ങ് ശിക്ഷ തരികയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അപകടമൊക്കെ സംഭവിക്കണമെങ്കിൽ എന്താണ് അതിന്റെ അവസ്ഥ? നമ്മളൊക്കെ നമ്മുടെ കീഴിലുള്ള ആളുകളൊക്കെ പറഞ്ഞതനുസരിക്കാതിരിക്കുമ്പോൾ എത്രമേൽ ശകാരിക്കുന്നുണ്ട്, എത്രമേൽ ദേഷ്യപ്പെടുന്നുണ്ട്. നമ്മുടെ റബ്ബ് എത്ര കാരുണ്യവാനാണെന്ന് നോക്കൂ. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക്, നമ്മൾ നിസ്കാരം ശ്രദ്ധിക്കാതിരിക്കുമ്പോഴേക്ക്, നമ്മളെ ഹറാമ് കാണുമ്പോഴേക്ക് നീ ഹറാമ് കണ്ട കണ്ണ് നിനക്ക് വേണ്ടെന്ന് പറഞ്ഞ് കണ്ണെടുത്ത് കളയുന്നുണ്ടോ? നീ ഹറാമ് കേട്ട കേൾവി നിനക്ക് വേണ്ടെന്ന് പറഞ്ഞ് കേൾവി എടുത്ത് കളയുന്നുണ്ടോ? ഇല്ല, റബ്ബ് കരുണാനിധിയാണ്, അവൻ ദയാലുവാണ്.
അള്ളാഹുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് അള്ളാഹുവിനെ മനസ്സറിഞ്ഞ് നാം ഇബാദത്ത് ചെയ്യുക. ശിക്ഷ പരലോകത്തേക്ക് നീട്ടിവെക്കുന്നു. ഭൂമി വിഴുങ്ങുന്നതിൽ നിന്ന് അള്ളാഹു നമുക്ക് സുരക്ഷിതത്വം നൽകുന്നു. നമ്മൾ എത്രയോ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. ധിക്കാരികൾ അവർ ഈ ഭൂമിയിലൂടെ ധിക്കാരത്തോടുകൂടെ നടന്നപ്പോ ഭൂമി പിളർന്നവരെ ഭൂമിയുടെ ആഴിയിലേക്ക് കൊണ്ടുപോയ എത്രയോ അദാബുകൾ, ശിക്ഷകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഭൂമി തലകീഴായി മറിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇങ്ങനെ ഒരുപാട് ശിക്ഷകൾ മുൻകാല സമുദായർക്കൊക്കെ ഉണ്ടായപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം ഭൂമി വിഴുങ്ങലിൽ നിന്നുള്ള ഒരു സുരക്ഷിതത്വം അല്ലാഹു നമുക്ക് നൽകി. കോലം മറിക്കുന്നതിൽ നിന്നുള്ള സുരക്ഷിതത്വം നൽകി. ഞാൻ ചരിത്രം വിശദീകരിക്കുന്നില്ല, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ പലരും പല ധിക്കാരങ്ങളും നടത്തിയപ്പോ അവരെ മനുഷ്യക്കോലത്തിൽ നിന്നും മാറ്റിയിട്ട് മറ്റു പല മൃഗക്കോലങ്ങളിലേക്കും മാറ്റിയിട്ടുണ്ട് അല്ലെ. നമ്മുടെ സമുദായത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ആ കോലം മാറ്റലിൽ നിന്ന് അല്ലാഹു നമുക്ക് വലിയ സുരക്ഷിതത്വം നൽകി. വ്യഭിചാര ആരോപണം കൃത്യമായി തെളിഞ്ഞാൽ മാത്രമേ നടപടിയുള്ളൂ. യുദ്ധസേവനത്തിന് കൂലിയും ഗനീമത്തും കിട്ടി. 20ാമത്തെ ശ്രേഷ്ഠത അത് പറയാൻ വേണ്ടിയിട്ടാണ് ഫാത്തിഹ സൂറത്ത് നമുക്ക് ലഭിച്ചു എന്നുള്ളത് നമ്മുടെ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. അല്ലാഹു നമുക്കതൊക്കെ ജീവിതത്തിൽ മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ എല്ലാ ദിവസവും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നവരാണ്. ആ ഫാത്തിഹയുടെ റിയാള, നമ്മൾ ഫാത്തിഹയെ കുറിച്ച് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും പറഞ്ഞാൽ തീരാത്തത്രയും മഹത്വം സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചുണ്ട്. ഇൻഷാ അല്ലാഹ് ഫാത്തിഹയെ കുറിച്ച് ധാരാളമായിട്ട് പഠിച്ച് അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഫാത്തിഹയുടെ റിയാളയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നാം മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് റിയാള പൂർത്തിയാക്കി വിട്ടാൻ കഴിയുന്നവർ പൂർത്തിയാക്കി വിട്ടാൽ വലിയ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും, എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കും ഇവിടെ ഒരുപാട് ആളുകൾ പലപ്പോഴും നേരിട്ട് കാണാൻ വരുമ്പോൾ പല ദുആ വസിയ്യത്തുകളും ഏൽപ്പിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടുകൂടെ ഞായറാഴ്ച 10 മണിക്ക് ഫോൺ വിളിച്ച് ചൊവ്വാഴ്ചയാണ് കാണാൻ വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.